ഹായ്, എൻ്റെ പേര് ശരൺ. നമ്മളെ സ്ഥാപനത്തിൻ്റെ പേര് A1 ഫാബ് അലുമിനിയം ഫാബ്രിക്കേഷൻ. നമ്മളിപ്പോൾ നിലവിൽ ചെയ്യുന്നത് അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ കിച്ചൺ കബോർഡ്, അതുപോലെ ഷോക്കേസ്, അതിൽ വാൾഡ്രോപ്പ്, സീലിങ്, പിന്നെ പൂജാ റൂംസ്, അങ്ങനെ കുറേ വർക്കുകളുണ്ട്. നമ്മൾ ഒരു 10 വർഷം മുന്നാണ് നമ്മൾ ഈ പണിയിൽ പഠിക്കാൻ വരുന്നത്. നമ്മളന്ന് പണി പഠിക്കാൻ വേണ്ടി വരുമായിരുന്നു. പിന്നെ നമ്മൾ പണി പഠിച്ച് പിന്നെ നോക്കുന്നുണ്ട് മുന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം സ്പീഡപ്പാണ്. അതുകൊണ്ട് നമുക്ക് ഈ മേഖലയ്ക്ക് ഒരു ഫാബ്രിക്കേഷൻ കുറച്ച് ട്രെൻഡ് ആവുന്നതുകൊണ്ട് ആ ടൈമിൽ പഠിച്ചു. പിന്നെ നമ്മളത് സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങി. മെറ്റീരിയൽ നേരത്തെ ACP ഷീറ്റ് ഉണ്ടല്ലോ, അതായത് അലുമിനിയം കോമ്പോസിറ്റ് പാനൽ ഉണ്ട്. ആ ഷീറ്റായിരുന്നു ഫസ്റ്റ് നല്ല മൂവിങ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ PVC ലാമിനേഷൻ ഷീറ്റ് അത് ഉപയോഗിച്ചിട്ടാണ് കൂടുതൽ എല്ലാവരും ഇപ്പോൾ ചെയ്യുന്നത്. കിച്ചൺ കബോർഡാണ് ശരി, വാൾഡ്രോപ്പും എല്ലാം ഇപ്പോൾ അതാണ് സെലക്ഷൻ ചെയ്യുന്നത് എല്ലാവരും. നമ്മൾ ചെയ്യുന്ന വർക്കുകൾ അതിന് ക്വാളിറ്റിയോട് ചെയ്ത് കൊടുക്കുമ്പോൾ കസ്റ്റമേഴ്സ് നമുക്ക് ഇപ്പോൾ പാലക്കാട്, പൊള്ളാച്ചി, കോയമ്പത്തൂർ ഇതെല്ലാം നമ്മൾ വർക്ക് കണ്ടിട്ട് അവിടെ കോൺടാക്ട് നമ്പർ വാങ്ങിച്ച് അങ്ങനെ കണക്ട് ചെയ്ത് വരുന്നതാണ്. എല്ലാം ഇപ്പോൾ ഓരോ കളറിനനുസരിച്ച് ഇപ്പോൾ എല്ലാം കിട്ടുന്നുണ്ട്. നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ കളറിനനുസരിച്ച് കിട്ടുന്നില്ല. ഇപ്പൊ എല്ലാ കളറും അവൈലബിൾ ആണ്. നമുക്ക് റെയർ ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അത് ഓർഡർ കൊടുത്താൽ കിട്ടും. ഓർഡർ കോഡിങ് അതെ. ഇപ്പൊ ചാമ്പ്യൻ സ്റ്റീല്, അതുപോലെ റെഡ് കളർ, അങ്ങനെ എല്ലാ കളറും കിട്ടുന്നുണ്ട്. ഇപ്പൊ അവൈലബിൾ ആണ്. നമ്മൾ എന്ത് പറഞ്ഞാലും അത് അപ്ഡേഷൻ ആണ്. ഇപ്പോൾ ഒരു 5 ദിവസം ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടും. സ്ക്വയർ ഫീറ്റിനെയാണ് ഇപ്പൊ റേറ്റ് വരുന്നത്. സ്ക്വയർ ഫീറ്റ് 380 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. അത് ഓരോ ആൾക്കാർ ഒരു റേറ്റ് മെറ്റീരിയൽ എടുക്കണം. നമ്മൾ ഫുൾ കംപ്ലീറ്റ്ലി വർക്ക് കംപ്ലീറ്റ്ലി ചെയ്ത് കൊടുക്കണം. ആ ലെവലിൽ നമ്മൾ ആദ്യം പോയിട്ട് അവിടെ മെഷർമെന്റ് എടുക്കും. കസ്റ്റമേഴ്സിന് എങ്ങനെ വേണോ അതിനനുസരിച്ച് നമ്മൾ അവിടെ തയ്യാറാക്കിയ ശേഷം ഇവിടെ നിന്നെല്ലാം സെറ്റ് ചെയ്യും. പിന്നെ അവിടെ കൊണ്ട് ഫിറ്റിങ്സ് മാത്രം അവിടെ കൊണ്ട് സെറ്റ് ചെയ്യാണ്. ഡിസൈൻ അതായത് ഓരോ സ്ഥലത്തും ഓരോ മോഡലുണ്ട്. അതുപോലെ തന്നെ ഓരോ വീടുകളിലും ഓരോ സ്പേസ് അതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ അവിടെ പോയി മീറ്റ് ചെയ്ത് അവിടെ ഏത് മോഡൽ ചെയ്താൽ ഭംഗി ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് അവർക്ക് സജഷൻ കൊടുക്കും. അതുപോലെ കളറാണ് ശരി, അവരുടെ ആ റൂമിനനുസരിച്ച് നമ്മൾ കളർ സജഷൻ ചെയ്യും. കാരണം വെച്ച് കഴിഞ്ഞാൽ ചില റൂമുകളിൽ നല്ല ലൈറ്റ് ഉണ്ടാവും. ലൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഡാർക്ക് ഷീറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് എടുത്ത് അറിയും. നല്ല ഡാർക്ക് റൂമാണെന്നുണ്ടെങ്കിൽ അത് ലൈറ്റ് ഇട്ടാലും കുറച്ച് ഡാർക്ക് റൂമാണെന്നുണ്ടെങ്കിൽ കുറച്ച് ലൈറ്റ് ഷീറ്റ് കൊടുക്കുക. അതാകുമ്പോൾ ആ അട്രാക്ഷൻ എടുത്ത് അറിയും. നമുക്ക് നല്ലോണം ഉണ്ട്, കോമ്പറ്റീഷൻ നല്ലോണം ഉണ്ട്. നമ്മൾ ചെയ്യുന്ന വർക്ക് നമ്മൾ ക്വാളിറ്റി ആയിട്ടും നല്ല ഇതായി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ കോമ്പറ്റീഷൻ എന്താ പറയാ, നമ്മൾ ആരോട് നമ്മൾ കോമ്പറ്റീഷൻ ചെയ്യാൻ പോകുന്നില്ല. നമ്മളെ ക്വാളിറ്റി ചെയ്യാം. അത് നമ്മളെ തേടി വർക്ക് വന്നോളും. വുഡിന്റെ വർക്ക് ഇല്ല, നമ്മൾ കൂടുതലും ഫാബ്രിക്കേഷൻ വർക്ക് മാത്രമേ ഉള്ളൂ. ഫാബ്രിക്കേഷൻ മാത്രമേ വുഡിന്റെ ചെയ്യുന്നില്ല. പിന്നെ ഡോർ ഉണ്ടല്ലോ, ബെഡ്റൂം ഡോറുകൾ, അതിന്റെ നമ്മൾ മെമ്മറിൻ ഡോർ പറയും. മെമ്മറിൻ ഡോറ്, പിന്നെ സ്കിൻ ഡോറ്, അതെല്ലാം നമ്മൾ ഡയറക്റ്റ് ഇറക്കി കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിലേക്ക് വരുമ്പോ നമ്മളുടെ മെയിനായിട്ട് ഇന്ത്യയിലും എന്താ പറയാ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇന്ത്യയിലെ മോഡലുകൾ ചെയ്യുന്നുണ്ട്. എല്ലാം കിച്ചൺ കബോർഡ് എല്ലാം ചെയ്യുന്നുണ്ട്. പുതിയ ഷോപ്പ്, ബ്യൂട്ടി പാർലർ, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെയ്യാറുണ്ട്. കൂടുതലും നമ്മളുടെ വർക്ക് ഇവിടെ നാട്ടിൽ കണ്ടിട്ട് അങ്ങനെ വിളിച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോണത്. നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യുന്നു. കൊടുവായൂർ സ്ഥലത്തൊരു വർക്ക് ചെയ്യുന്നു. ആള് വന്നിട്ട് അങ്ങാടിയിൽ തന്നെ ഷോപ്പാണ്. അപ്പൊ ആളുടെ വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടു. ആളുടെ തന്നെ കണക്ഷൻസ് ഉണ്ടാവുമല്ലോ കസ്റ്റമേഴ്സ്. അപ്പൊ അവര് വന്ന് അത് കണ്ട് ഇഷ്ടമായി. പിന്നെ ആര് സെലക്ഷൻ ചെയ്യും, നമ്മൾ അവിടെ പോയിട്ട് നമ്മളോടൊപ്പം 4 പേരുണ്ട് വർക്കിംഗ് സ്റ്റാഫായിട്ട്. ഗ്ലാസിന്റെ വർക്ക് വരാറുണ്ട്. ഫ്രണ്ട് പാർട്ടീഷൻ കാര്യങ്ങളെല്ലാം ഗ്ലാസ്സിൽ വരിക. ടോലമാണ് ശരി, അതുപോലെ പാർട്ടീഷനായിട്ട് അവർക്ക് എങ്ങനെ വേണോ അതിനനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. മൈൻറ്റനൻസ് അങ്ങനെ ഇതുവരെ എനിക്ക് വന്നിട്ടില്ല. കാരണം വെച്ചാൽ നമ്മൾ അതായത് അവർ ചെയ്യുന്ന ക്വാളിറ്റി കമ്മിയാവുമ്പോൾ അതിൽ ചെറിയ മൈൻറ്റനൻസ് വന്നല്ലാതെ നമ്മളായിട്ട് പറഞ്ഞു കൊടുത്ത് പിന്നെ അവര് ഓക്കെ പറഞ്ഞാല് അങ്ങനെ മൈൻറ്റനൻസ് വന്നിട്ടില്ല. പിന്നെ എന്തായാലും ചെറിയ ചെറിയ മൈൻറ്റനൻസ് ഉണ്ടാവും, അത് കാര്യമില്ല. അത് അവർക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന മൈൻറ്റനൻസ് ആണ്. ഫാമിലി അച്ഛനമ്മ, പിന്നെ വൈഫ്, ഏട്ടനും അനിയൻ, 2 കുട്ടികൾ. ഭാവി പ്ലാനിങ് ഒരു കമ്പനി പോലെ തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത് നമുക്കതങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം. അതാണ് ഒരു പ്ലാൻ. ഗൾഫ് മോഡൽ പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റുഭാഗത്തും നേരത്തെ ഉള്ള ചാനലൊക്കെ പറഞ്ഞാൽ എത്ര രീതിയിൽ വരും. അത് ഔട്ടറിൽ കാണുന്ന സമയത്ത് ഷീറ്റും ചാനലും നല്ലോണം എടുത്ത് കാണും. ഇപ്പൊ എങ്ങനെയാ പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റുഭാഗത്ത് ഒരു ചെറിയ 4 സൈഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഷീറ്റ് ഫുള്ളായി കവറിങ് ആവും. നല്ല ഫിനിഷിംഗ് ഉണ്ടാവും. ഫ്രണ്ടിൽ നിന്ന് കാണാൻ നല്ല ഫിനിഷിംഗ് ഉണ്ടാവും. റാക്കുകളല്ല, ചാനലുകളുടെ വീതി ഫ്രണ്ടിൽ നിന്ന് കാണുന്ന പ്രൊജക്ഷൻ അല്ലേ, അത് എടുത്തറിയില്ല. നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റുപാടും ചാനൽ നല്ല രീതിയിൽ കാണും. ഇതങ്ങനെയില്ല, ചെറിയൊരു ഭാഗം മാത്രമേ കാണുള്ളൂ. പക്ഷെ നല്ല സ്ട്രോങ്ങും ആണ്. അതുപോലെ കാണാൻ നല്ല കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും. പ്ലെയിനായി കിടക്കാൻ വേണ്ടി ഭംഗി ഉണ്ടാവും. മോസ്കിറ്റോ ഡോർസ് പറയുമ്പോൾ നമ്മൾ ഫ്രണ്ട് ഡോർ ഉണ്ടല്ലോ, ഫ്രണ്ട് ഡോറിൽ നമുക്ക് സേഫ്റ്റി ആയിട്ട് മോസ്കിറ്റോ വരാതിരിക്കണം. അല്ലാതെ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഴജന്തുക്കള്, അതുപോലെ പൂച്ച, പട്ടി, അങ്ങനെയുള്ള സാധനങ്ങൾ ഉള്ളിൽ കയറാതിരിക്കണം. മോസ്കിറ്റോ ഡോറ് അത് ഔട്ടർ ചാനലെല്ലാം അലുമിനിയം ആയിരിക്കും. നെറ്റ് പിന്നെ സ്റ്റീലിലും ഉണ്ട്, അലുമിനിയം ഉണ്ട്. അത് പാർട്ടി എങ്ങനെ പറയണോ
അതനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം. അത് 2 കളറിലേ ഉള്ളൂ, ബ്ലാക്കും പിന്നെ സ്റ്റീലിലെ ആ ഒരു കളറിലും. പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഫ്രണ്ടിലൊക്കെ ആണല്ലേ, അതായത് ഓരോ സ്റ്റുഡിയോ ആണെങ്കിലും ശരി, തുണിക്കടകൾ ഫ്രണ്ടില് ഗ്ലാസ് ഇട്ട് അതാണ് പാർട്ടീഷൻ. പിന്നെ അതുപോലെ റൂം പാർട്ടീഷൻ ചെയ്യും അലുമിനിയം തന്നെ. ഷീറ്റ് PVC ആണെങ്കിലും കുഴപ്പമില്ല, പിന്നെ ഹൈലും ഷീറ്റ്, അങ്ങനെ കുറെ ഷീറ്റുകളുണ്ട്. അത് അവർക്ക് ഏത് വേണം അത് ഉപയോഗിച്ച് കൊടുക്കാം. ഇത് WPC അറിയും, പാനലിംഗ് വർക്കിന് ഉപയോഗിക്കണത്. ഇവിടെ ഉപയോഗിക്കുന്നത്. ഇപ്പൊ സിറ്റ് ഔട്ടിൽ നേരത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ടൈലും ഒട്ടിക്കാറുണ്ട്. ഇപ്പൊ ഇത് കാണുന്ന സമയത്ത് കുറച്ച് ഇത് ട്രെൻഡിങ് ആയിട്ട് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് സിറ്റ് ഔട്ടിൽ ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി. നേരത്തെ വുഡ് പാനലിംഗ് ചെയ്യും. അത് കാണുമ്പോൾ കുറെ കളർ വരുന്നുണ്ട്. വൈറ്റ് ആണെങ്കിൽ വൈറ്റ് ഉണ്ട്, ഗ്രേ ഉണ്ട്. ഇത് നമ്മളെ ഫ്രണ്ട് കാണുന്നത് ഇത് ഗ്രേ ആണ്. അതുപോലെ വൈറ്റ് ഉണ്ട്, മാർബിൾ കളർ പോലെ അതുണ്ട്, ബ്ലാക്ക് ഉണ്ട്. ഇല്ല, നമുക്ക് അങ്ങനെ അത്ര ആവശ്യം വരുന്നില്ല. നമുക്ക് അത്ര വലിയ പ്ലാൻ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ആ ഏരിയ കണ്ടാൽ തന്നെ നമ്മളെ ഫോട്ടോസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പൊ അത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഏകദേശം ഒരു ഐഡിയ ആവും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ മെറ്റീരിയലേക്ക് ഡയറക്റ്റ് കൊണ്ട് കാണിച്ചു കൊടുക്കും. ചെറിയ സാമ്പിൾ പീസ് കൊണ്ടിട്ട് കാണിച്ചു കൊടുത്ത് ഇന്ന മോഡലാണ്, ഇത് ചെയ്ത് എങ്ങനെ ഉണ്ടാവും. അപ്പൊ തന്നെ അവർക്ക് കസ്റ്റമേഴ്സിന് ഒരു ഐഡിയാസ് ആവും. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് കുറച്ചുകൂടി നമ്മളുടെ ഐഡിയാസ് ഉപയോഗിച്ച് കുറച്ച് മോട്ടിവേഷൻ ചെയ്യാം അതിന്. ബെഡ്റൂം ഡോർസ് പറഞ്ഞത് ഇത് കണ്ടില്ലേ, മെയിൻ ഡോർ ബെഡ്റൂം പോണ ആ ഡോറുകൾ, അത് വുഡ് തന്നെയാണ്. ഉള്ളിൽ വുഡ് തന്നെയാണ്. അതിന്റെ 2 സൈഡും സ്കിന്നിന്റെ ഒരു ഇത് വരും. അതിനുള്ളിൽ വുഡ് കട്ട് പീസുകളായിരിക്കും. A1 നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് അല്ലെങ്കിൽ ആലോചിച്ചു. അപ്പോ എല്ലാം തുടങ്ങണ വണ്ണെന്നാണല്ലോ. അതുപോലെ A4 അലുമിനിയം അങ്ങനെ ഉദ്ദേശിച്ച്. അപ്പൊ A1 അങ്ങനെ നമ്മൾ ഒരുപാട് വലിച്ചു നീട്ടി ഉപയോഗിക്കാൻ ഉദ്ദേശിക്കില്ല. ഷോർട്ടായിട്ട് നമ്മൾ എല്ലാവരുടെയും മനസ്സിലാകും ആ നെയിം അങ്ങനെ ഉണ്ടാവും. അപ്പൊ ഫാബ് എന്നുള്ള അലുമിനിയം ഫാബ്രിക്കേഷൻ എന്നുള്ളത് അത് ഫാബ് ആക്കിയിട്ട് ഷോർട്ട് ആക്കി എടുക്കും മാത്രം. ടൈം പീരീഡ് അവിടുത്തെ വർക്കിനനുസരിച്ചിരിക്കും. അപ്പൊ നമ്മൾ പോയി കഴിഞ്ഞാൽ ആദ്യം ഇവിടെ ഒരാഴ്ചയാണെങ്കിൽ, പക്ഷെ വലിയ വർക്കൊക്കെ ആണെങ്കിൽ ഇവിടെ ഒരാഴ്ച അവിടെ ഒരാഴ്ച, അങ്ങനെ രണ്ടാഴ്ച ഗ്യാപ്പ് ടൈം പറയും. അതായത് ടൈമിന് നമ്മുടെ വർക്ക് പറഞ്ഞ് ലാസ്റ്റ് ഫൈനലാക്കി നമുക്ക് തരാം. അതായത് ഇലക്ട്രീഷ്യൻ വർക്ക്, പെയിന്റിങ് വർക്ക്, ടൈൽസ് വർക്ക്, ഇവരെല്ലാം വർക്ക് ചെയ്ത് ലാസ്റ്റ് കൊണ്ട്, അതായത് അവര് ഒരു ഹൗസ് വാമിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇവരുടെയൊക്കെ ടൈം കഴിഞ്ഞ ശേഷം നമുക്ക് ലാസ്റ്റ് കൊണ്ട് തരും. അപ്പൊ എന്താവും, ചിലപ്പോൾ പ്ലാൻ ഉണ്ടാവില്ല, നമ്മളെ വർക്ക് ചെയ്യാൻ പ്ലാൻ ഉണ്ടാവില്ല ചില ഭാഗങ്ങളിലൊക്കെ. ലാസ്റ്റ് കൊണ്ട് തരും, നമുക്ക് ടൈറ്റ് ആവും. അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട്. നമ്മൾ മാക്സിമം ടൈമിൽ ചെയ്യാൻ നോക്കും. പിന്നെ പറ്റാതെ വർക്കാണെങ്കിൽ കാര്യം പറഞ്ഞ്, അതായത് അവരുടെ കാര്യം നടക്കാൻ വേണ്ടി അത്രയും ഇത് ചെയ്ത് കൊടുക്കും. പിന്നെ അതായത് ഫ്രണ്ട് വശം മൊത്തം കവർ ചെയ്ത് കൊടുക്കും. പിന്നെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് അവർ ഇരുന്നിട്ടാണെങ്കിലും അങ്ങനെ മാക്സിമം വന്നിട്ടില്ല. ഇപ്പൊ കുറച്ച് ടൈറ്റ് വർക്ക് നടക്കുമ്പോൾ മാത്രം അങ്ങനെ വന്നിട്ടുള്ളൂ, അല്ലാതെ അങ്ങനെ വന്നിട്ടില്ല. ഇല്ല, തൃശ്ശൂര് പിന്നെ കോയമ്പത്തൂര്, പൊള്ളാച്ചി, പിന്നെ അതുപോലെ പറളി, അങ്ങനെ എല്ലാ വർക്കും എടുക്കാറുണ്ട്. നമുക്ക് എന്താ പറയാ, സക്സസിന്റെ വിജയം പറഞ്ഞാൽ ഇഷ്ടമാണ്, വർക്ക് ചെയ്യാൻ ഇഷ്ടമാണ് നല്ലോണം. ഫാബ്രിക്കേഷൻ വർക്ക് ഒരു ക്രൈസ് ആണ്. അതായത് പുതിയ മോഡൽ ഇറങ്ങുന്നു, അതിനെപ്പറ്റി പഠിക്കുന്നു. അപ്പൊ അത് നമ്മൾ വേറെ കസ്റ്റമർ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്കും ഹാപ്പിയാവും, നമ്മളും ഹാപ്പിയാവും. പാലക്കാട് നിന്നുണ്ട്. പിന്നെ അത്യാവശ്യം നമ്മൾ നേരം ലൊക്കേഷൻ കറക്റ്റ് വെമ്പലൂർ സൈറ്റ്. അതായത് കൊടുവായൂരിന്ന് 5 കിലോമീറ്റർ. കൊടുവായൂർ പറഞ്ഞാൽ എല്ലാവർക്കും കൂടുതൽ അറിയും. അപ്പൊ കൊടുവായൂരിന്ന് കറക്റ്റ് 5 കിലോമീറ്റർ, പാലക്കാട് ജില്ല. A1 ഫാബ്.